അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അത്തഹാറത്തു, ശുദ്ധീകരണം എന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹാറത്തിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്തഹിരീൻ. തീർച്ചയായും അല്ലാഹു തആല തൗബ ചെയ്ത് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടും. അതുപോലെ വ യുഹിബ്ബുൽ മുതത്തഹിരീൻ, ശുദ്ധിയുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, നിസ്കാരത്തിൻ്റെ താക്കോലാണ് അത്തുഹൂർ, ശുദ്ധീകരണം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂർ, ലാ തുഖ്ബലു സ്വലാത്തുൻ, ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടുകയില്ല ബിഗൈരി തുഹൂർ, ശുദ്ധിയില്ലാതെ. ഇനി തഹാറത്തിൻ്റെ അർത്ഥം പറയുകയാണ്. തഹാറത്തു ലുഗത്തൻ അന്നദാഫ, തഹാറത്ത് എന്നാൽ അതിൻ്റെ ഭാഷാർത്ഥം അന്നദാഫ, ശുദ്ധി വരുത്തൽ എന്നാണ്. വശറഅൻ, അതിൻ്റെ ശറഈയായ അർത്ഥം റഫ്ഉൽ മൻഇൽ മുതറത്തിബി അലൽ ഹദസി അവിൽ ഹുബ്സി, റഫ്ഉൽ മൻഇ, ഒരു മൻഇനെ ഉയർത്തലാണ്, ഒരു തടസ്സത്തെ ഉയർത്തലാണ്, അൽ മുതറത്തിബി, തുടർന്ന് വരുന്ന, അലൽ ഹദസി അവിൽ ഹുബ്സി, അശുദ്ധിയുടെ മേലോ അല്ലെങ്കിൽ നജസിൻ്റെ മേലോ തുടർന്ന് വരുന്ന തടസ്സം ഉയർത്തുക എന്നതാണ്. അതായത് അശുദ്ധി, നജസ് എന്നിവ കാരണം ഉണ്ടായിത്തീരുന്ന ഒരു തടസ്സത്തെ നീക്കുക എന്നാണ് ശറഈൽ അതിൻ്റെ അർത്ഥം. വൽ ഹദസു ഹദസാനി, ഹദസുൻ അസ്ഗറു ഹദസുൻ അക്ബറു, വലിയ ശുദ്ധി, അശുദ്ധി രണ്ട് വിഭാഗമാണ്, വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി. ഹദസുൻ അസ്ഗർ വ ഹദസുൻ അക്ബർ. വത്തഹാറത്തു അനിൽ അവ്വൽ, ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധീകരണമാണ് അൽ വുദു ചെയ്യൽ. വത്തഹാറത്തു അനി സാനി, വലിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധീകരണമാണ് അൽ വുസുൽ, കുളി. ഇനി വുദുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വ അയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വ അർജുലക്കും ഇലൽ കഅബൈൻ. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിസ്കാരത്തിലേക്ക് നിൽക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഴുകണം, വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകളും നിങ്ങൾ കഴുകണം, ഇലൽ മറാഫിഖി, മുട്ടുകൾ ഉൾപ്പെടെ, വംസഹൂ ബിറുഊസിക്കും, നിങ്ങളുടെ തലകൾ നിങ്ങൾ തടകണം, വഅർജുലക്കും, നിങ്ങളുടെ കാലുകൾ നിങ്ങൾ കഴുകണം, ഇലൽ കഅബൈനി, ഞെരിയാണി ഉൾപ്പെടെ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹദസ ഹത്താ യതവല്ലാ, ലാ തുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല, സ്വലാത്തു മൻ അഹദസ, അശുദ്ധിക്കാരൻ്റെ നിസ്കാരം, ഹത്താ യതവല്ലാ, അവൻ വുദു ചെയ്യുന്നത് വരെ. ഇനി വുദുവിൻ്റെ അർത്ഥം പറയുകയാണ്. അൽ വുദു ലുഗത്തൻ, ഭാഷയിൽ വുദു എന്നാൽ ഗുസ്ലു ബഅദിൽ അഅ്ളാഇ, ചില അംഗങ്ങൾ കഴുകുക എന്നാണ്. എന്നാൽ ശറഈൽ അതിൻ്റെ അർത്ഥം ഇസ്തിഅ്മാലുൽ മാഇ ഫി അഅ്ളാഇ മഖ്സൂസത്തി മുഫ്തതഹൻ ബിനിയ്യ, ഇസ്തിഅ്മാലുൽ മാഇ, വെള്ളത്തെ ഉപയോഗിക്കലാണ്, ഫി അഅ്ളാഇ മഖ്സൂസ, പ്രത്യേകമായ ചില അവയവങ്ങളിൽ, മുഫ്തതഹൻ ബിനിയ്യ, നിയ്യത്ത് കൊണ്ട് തുടങ്ങപ്പെട്ട നിലയിൽ. ഓ ഫുരിദ, ഈ വുദുവിനെ ഫർളാക്കപ്പെട്ടു, മഅസ്സലാത്തി, നിസ്കാരത്തിൻ്റെ കൂടെ, ലൈലത്തുൽ ഇസ്രാഇ, ഇസ്രാഇൻ്റെ രാത്രി.